സർക്കാരിന്റെ ആദ്യത്തെ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം കേട്ട് സന്തോഷത്തിലാണ്. കാരണം UDF തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നു എന്നതിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അത് നടപ്പിലാക്കാൻ പോവുകയാണ്. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പേരിൽ അതും നടപ്പിലാക്കാൻ പോവുകയാണ്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ അതും നടപ്പിലാക്കാൻ പോവുകയാണ്. 2000 വാങ്ങുന്ന ക്ഷേമ പെൻഷനുകാർക്ക് ഇനി 3000 ലഭിക്കും. ഈ ജനകീയ സർക്കാർ നൽകും. അതുപോലെ തന്നെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ വായ്പ നൽകും. അതും പലിശരഹിത വായ്പയാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒട്ടനവധി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുമായി UDF സർക്കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ. എല്ലാ ലഹരി മാഫിയകളെയും UDF സർക്കാർ പൂട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത് പൂട്ടിയിരിക്കും. അത് തന്നെയാണ് ഈ ഇന്നത്തെ നയപ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി ഒരുപോലെ നിലകൊള്ളുന്ന ജനകീയ സർക്കാരായ UDF സർക്കാരിന് വേണ്ടി നമുക്ക് നിലകൊള്ളാം.